ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം ടൂന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനുമോളുടെ വിവാഹം ഏത് വിധേനയും മുടക്കുമെന്ന് പറഞ്ഞിട്ടാണ് അലോകും അച്യുതനും കൂടി നിൽക്കുന്നത് കേട്ടോ. അച്യുതൻ പറയുന്നുണ്ട്, എന്റെ ഏട്ടൻ അനന്തന ഇപ്പൊ ചെറിയ മനസ്സ് മാറ്റമൊക്കെ ഉണ്ട്, അവര് വിവാഹം നടത്തിക്കോട്ടെ എന്നാ ചേട്ടൻ പറയുന്നത്. കാരണം ബാലൻ നല്ലൊരു മാന്യനായിട്ടാണ് ഇന്ന് സംസാരിക്കാൻ വന്നത്. അതില് ഏട്ടൻ അങ്ങ് വീണു. പക്ഷെ നമുക്ക് അങ്ങനെ വീഴാൻ പറ്റില്ലല്ലോ മോനെ. അവള് കാരണം നമുക്ക് കുടുംബത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായി. മാത്രമല്ല അനുമോളെ മാത്രം മുന്നിൽ നിർത്തിയിട്ട് നമ്മൾ പല കളികളും കളിക്കണത്. അതേ അച്ഛാ, എന്തൊക്കെ സംഭവിച്ചാലും അനുമോള് ഈ വീട്ടിലെ മരുമകളായിട്ട് ഈ വീട്ടിൽ കയറി വരുവച്ചാ. എടാ, നിനക്ക് ഉറപ്പാണല്ലോ അല്ലെ? ഉറപ്പാണച്ച, ഇത് ഞാൻ അച്ഛന് തരുന്ന വാക്കാണ്. ആ വീട്ടിലെല്ലാരും കൂടി അനുവിന്റെ മനസ്സ് ഇപ്പൊ മാറ്റിയിരിക്കുകയാണ്. അവളുടെ മനസ്സ് പഴയ പോലെ കൊണ്ടുവരാൻ എനിക്ക് തീർച്ചയായിട്ടും പറ്റും. ആദ്യമായിട്ട് അനു സ്നേഹിച്ചത് എന്നെയല്ലേ? ആ എന്നെ അവൾക്ക് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. അവളുടെ വിവാഹം മുടങ്ങിയിരിക്കുവച്ചാ എന്നൊക്കെ അലോക് പറയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കണ അനുവിനെയും അതുപോലെ തന്നെ നമ്മുടെ മിത്രേനെയും മീനാക്ഷിനെയാണ്. മൂന്ന് പേരും കൂടിയിട്ട് നമ്മുടെ ജീവൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാട്ടോ. അപ്പൊ അവിടെ ജീവനെ കാണുമ്പോൾ തന്നെ അനുക്ക് ആകെ ടെൻഷൻ ആവാണ്. മിത്രയും മീനാക്ഷിയും പറയുന്നുണ്ട്, മോളെ നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് തുറന്ന് ജീവനോട് ഇന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അനുവിനെ ജീവന്റെ അടുത്തേക്ക് വിടുവാണ്. അപ്പൊ ജീവൻ അനുവിനോട് ചോദിക്കണ്ടേ, എന്താ എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് താനെന്തൊന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അനു പറയണ്ട അത് പിന്നാന്ന് പറയുമ്പോ ജീവൻ പറയണ്ട, എന്താ എന്നോട് സംസാരിക്കാൻ വന്നപ്പോഴേക്കും എന്ത് സംസാരിക്കണമെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലേ, പറയാനുള്ള വാക്കുകൾ കിട്ടുന്നില്ലല്ലേ, അതാണോ പ്രശ്നം? അത് തന്നെയാ പ്രശ്നം എന്ന് അനു പറയാണ്. ജീവൻ പറയണ്ട്, താനൊരു കാര്യം ചെയ്യ്, തന്നെ പെണ്ണ് കാണാൻ വന്ന ഒരാളായിട്ട് എന്നെ കാണണ്ട, തന്റെ നല്ലൊരു സുഹൃത്തായിട്ട് കണ്ടാൽ മതി. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ മനസ്സ് തുറന്ന് സംസാരിക്കില്ലേ, അതുപോലെ സംസാരിച്ചോ എന്ന് പറയണം. അപ്പൊ അനുക്ക് ചെറിയൊരു കോൺഫിഡൻസ് കിട്ടാണ്. അനു പറയണ്ടേ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ജീവൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല. എടോ, താൻ എന്താച്ചാ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോ അത് വേറൊന്നുമല്ല, ഞാൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരാളെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. അയാള് എന്റെ മാമന്റെ മോൻ തന്നെയാണ്. പ്രണയം വെച്ചാൽ ജസ്റ്റ് ഒരു പ്രണയം അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അയാൾ എന്നെ ഒരു പക വീട്ടാൻ വേണ്ടി മാത്രമാണ് പ്രണയിച്ചത്. രണ്ട് കുടുംബങ്ങളുടെ ശത്രുത അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നെ പ്രണയിച്ചതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആ ബന്ധം ബ്രേക്കപ്പ് ആയി. ഹോ, ഇത് പറയാനാണോ താൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അതെ, നമ്മൾ രണ്ടുപേരും ഒന്നിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞല്ലോ. എന്റെ പൊട്ടിപ്പെണ്ണെ, എനിക്കിപ്പോ തന്നോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുവാണ്. കാരണം പ്രണയം എന്ന് പറയുന്നത് ആർക്കും ആരുടെ ജീവിതത്തിലും ഉണ്ടാവാം. നമ്മൾ വിവാഹത്തിന് മുമ്പ് ആരായാലും പ്രണയിക്കും. ഈ പറയുന്ന എനിക്കും പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. കോളേജ് പഠിക്കുമ്പോൾ, +2 പഠിക്കുമ്പോഴൊക്കെ പ്രണയം അതോടെ തീർന്നു. പക്ഷെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളി ഇതാണെന്ന് നമ്മൾ ഒരാളെ നിശ്ചയിക്കുമ്പോ പിന്നീട് അവിടെ പ്രണയത്തിനോ കാര്യങ്ങൾക്കൊന്നോ ഒരു പ്രാധാന്യവും ഇല്ല. ദേ, താനിപ്പോ തുറന്നു പറഞ്ഞപ്പോഴേ എനിക്ക് തന്നോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്തത്. അനുക്ക് എന്നോട് ഇതൊക്കെ തുറന്നു പറയാൻ തോന്നിയല്ലോ, അത് അനുവിന്റെ വലിയ മനസ്സുകൊണ്ടാ. ഒരാളെ ചതിക്കരുതെന്ന് അനുവിന്റെ മനസ്സിൽ ഉള്ളത് കൊണ്ടാ. അപ്പൊ അനുക്ക് സന്തോഷമാവാണ്. ഇതൊക്കെ കേട്ട് ജീവൻ എന്നോട് ഇഷ്ടക്കുറവും തോന്നണില്ലേ? എന്തിന് ഇഷ്ടക്കുറവ് തോന്നണം? ഇഷ്ടം മാത്രമേ തോന്നുന്നുള്ളൂ. കാരണം താനെല്ലാം എന്നോട് തുറന്നു പറഞ്ഞല്ലോടോ. ഇങ്ങനത്തെ എല്ലാം തുറന്ന് സംസാരിക്കുന്ന ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി ഭാഗ്യം ചെയ്യണം. സത്യം പറഞ്ഞാൽ ഞാനോ ആഗ്രഹിച്ചത് ഇങ്ങനത്തെ ഒരു ജീവിത പങ്കാളിയെ തന്നെയാണ് എന്ന് ജീവൻ പറയാണ്. അത് കേൾക്കുമ്പോ അനുവിന് ഭയങ്കര സന്തോഷമാവാണ്. അപ്പൊ താൻ ഇത് മാത്രമല്ലേ പറയാൻ വന്നുള്ളൂ? അതെ, തന്റെ ഏടത്തിമാരും കൂടെ ഉണ്ടല്ലോ. എനിക്കൊരു ധൈര്യത്തിന് വേണ്ടി വന്നതാ. വാ, ഏടത്തിമാർക്ക് സംസാരിച്ചിട്ട് പോവാ, വാ എന്ന് പറഞ്ഞിട്ട് ജീവനെ വിളിക്കുകയാണ് അനു. അങ്ങനെ ജീവൻ പറയണ്ട, അനു എന്ത് പറഞ്ഞിട്ടോ കാര്യങ്ങൾ, ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ. അപ്പോ മീനാക്ഷി പറയണ്ട, ചെറിയ കാര്യമാണ് ജീവൻ, പക്ഷെ എന്നാലും നമ്മളൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോ പരസ്പരം മനസ്സിലാക്കി എല്ലാം തുറന്നു പറയണമല്ലോ. അനുക്കത് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ജീവനോട് കാര്യങ്ങളൊക്കെ പറയാൻ വന്നത്. ഇവള് പ്രണയിച്ച ആളെ കുറിച്ച് ഇവള് പറഞ്ഞല്ലോ, അത് നമ്മുടെ അച്ഛന്റെ, അതായത് അമ്മയുടെ ആങ്ങളുടെ മോനാണ്. അവൻ പക്ക ഒരു ഫ്രോഡാണ്. ശത്രുത തീർക്കാൻ വേണ്ടി ഇവിടെ പ്രണയം അഭിനയിക്കുക മാത്രമാണ് അവൻ ചെയ്തത്. അവൻ ഇപ്പോഴും ഞങ്ങളുടെ കുടുംബത്തോട് ശത്രുത തന്നെയാണ്. കൃഷ്ണമംഗലം ദേവമംഗലം രണ്ടും ശത്രുതയിലാണ്. പക്ഷെ ഇവന്റെ അച്ഛനും അമ്മയും അവന്റെ അച്ഛനും അമ്മയും അവനും മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ. ബാക്കി കൃഷ്ണമംഗലത്തെ മിത്രയുടെ അച്ഛനും അമ്മയൊന്നും അത്ര വലിയ പ്രശ്നക്കാരൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ പറയാണ് മീനാക്ഷി. ഇത് കേൾക്കുമ്പോൾ ജീവൻ പറഞ്ഞത് ഇതൊന്നും ഒരു പ്രശ്നമല്ല, എനിക്ക് അനുവിന് ഇഷ്ടമാണ്, ഇപ്പോഴും എനിക്ക് അത് തന്നെയാ പറയാനുള്ളൂ. അടുത്ത മാസം വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ വീട്ടുകാര്. അതിന് അനുക്കെന്തെങ്കിലും എതിർപ്പുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയേണ്ടതുള്ളൂ എന്ന് ജീവൻ പറയുമ്പോഴേക്കും അനു നാണത്തോടു കൂടി ചിരിച്ചുകൊണ്ട് എനിക്ക് സമ്മതമാണ് എന്ന് പറയാണ്. മിത്രയും മീനാക്ഷിയും പറയുന്നുണ്ട്, അതെ ജീവന് അവൾക്ക് ഇഷ്ടമൊക്കെ ആയെന്ന് പറയാണ്. എനിക്കും അനുവിന് ഇഷ്ടമായി. അല്ല, എടുത്തിമാർക്ക് ചായ എന്തെങ്കിലും കുടിച്ചിട്ട് വന്നാലോ? വേണ്ട ജീവൻ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്. പിന്നെ എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി, മിത്രക്കും പോണം, അങ്ങനെ കുറെ പണികളുണ്ട്. പിന്നെ അനുവിനും കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ശരി, എങ്കിൽ പിന്നീട് കാണാം, അനു വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ജീവൻ അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് എനിക്ക് സമാധാനാവട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അനു. അപ്പൊ അനു വീട്ടിലെത്തിട്ട് ഭയങ്കര സന്തോഷമാണ്. പിന്നീട് അങ്ങോട്ട് ജീവൻ
സുഗന്യ അനുവും തമ്മിൽ ഫോൺ വിളി മാത്രം കേട്ടോ, പരസ്പരം കാണുന്നുമുണ്ട്. ഇതൊക്കെ തന്നെ അലോക് അറിയാണ്. അലോകിന് ദേഷ്യം കൂടി വരുവാണ്. അലോക് സുകന്യനെ വിളിക്കുന്നുണ്ട്. സുകന്യ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ് ചെയ്യുന്നത്. പറയുന്നുണ്ട് നമ്മുടെ അലോക്, നോക്ക്, അവൾ എന്നെ മാത്രം പ്രണയിച്ചാൽ മതി, എന്നെ മാത്രം വിവാഹം കഴിച്ചാൽ മതി. അവളുടെ മനസ്സിപ്പോ ജീവനിലേക്ക് ചാഞ്ചാടിയിട്ടുണ്ട് എന്ന് പറയുമ്പോ സുകന്യ പറയുന്നുണ്ട്, ചാഞ്ചാടി എന്ന് പറഞ്ഞാ പോരാ, അവളിപ്പോ ഏത് നേരം സ്വപ്നം കാണില്ല, പിന്നെ ഫോൺ വിളിയുണ്ട്. എനിക്കൊന്ന് കോളേജ് കഴിഞ്ഞിട്ട് പലപ്പോഴും അവർ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അടുത്ത മാസം വിവാഹം വെച്ചിരിക്കണല്ലേ, ഇനിയിപ്പോ 3 ആഴ്ചയും കൂടി അല്ലേ സമയമുള്ളൂ. അതുകൊണ്ട് മാക്സിമം അടിച്ചു പൊളിക്കുക രണ്ടുപേരും കൂടി. ഇത് കേട്ട് അലോക് പറയുന്നുണ്ട്, പിന്നെ ചേച്ചി എന്തിനാ അവിടെ നിൽക്കുന്നത്, ചേച്ചി എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കിയേ പറ്റൂ എന്ന് പറയാണ്. ഞാൻ ശ്രമിക്കുന്നുണ്ട് അലോക്, എന്ത് ശ്രമിക്കുന്നുണ്ടെന്ന്, ചേച്ചി ജീവന ഒരു തെറ്റുകാരനായിട്ട് കണ്ടിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്താൽ മതി, അവിടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അയ്യോ, ജീവനെ പോലത്തെ ഒരു നല്ല പയ്യനെ കുറിച്ച് ഞാൻ അപവാദം പറഞ്ഞ എന്നെ ചീത്തപ്പെടട്ടെ മറ്റുള്ളവർ കാണുള്ളൂ. ചേച്ചി ഒന്ന് ശ്രമിച്ചു നോക്ക്, എന്തൊക്കെ പറഞ്ഞാലും പെണ്ണുങ്ങളുടെ വാക്കിയല്ലേ മറ്റുള്ളവർ വില തരുള്ളൂ. ചേച്ചി ഒന്ന് ശ്രമിച്ചു നോക്ക്, എടാ ഇതൊക്കെ റിസ്ക് ആണ്, എന്റെ ജീവിതത്തിനെ ബാധിക്കും. ചേച്ചി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ചേച്ചിയുടെ ജീവിതത്തെ എല്ലെങ്കിലും ബാധിക്കും എന്ന് പറയാണ്. സുകന്യ, ഈശ്വരൻ ഇനിയിപ്പോ എന്താ ചെയ്യാ, ചേച്ചി വിചാരിക്കുന്ന പോലെയൊക്കെ ചെയ്ത് കൂട്ട്. കല്യാണം മുടങ്ങണമെങ്കിൽ മുടങ്ങട്ടെ, ഒരു കല്യാണം നടത്താനാണ് പാട്, മുടക്കാൻ ഒരു പാടുമില്ല എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുന്ന സുകന്യ, ശരി ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം സുകന്യ എന്നുണ്ടെങ്കിൽ അനുവിനെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ ജീവനോട് പറയാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ്. പക്ഷെ സുകന്യാണെന്ന് അറിയാനും പാടില്ല, പക്ഷെ പല കാര്യങ്ങളും അറിയും വേണം ജീവൻ, നമ്മുടെ ദേവിയുടെ കുഞ്ഞു മരിച്ചത് ഉൾപ്പെടെ. അപ്പൊ അങ്ങനത്തെ പല കാര്യങ്ങളും ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വിളിച്ചിട്ട് സുകന്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവനോട് പറഞ്ഞ് മനസ്സിലാക്കാട്ടെ. ഈ അലോകും അനുവും തമ്മിൽ വേണ്ടാത്ത ബന്ധമായിരുന്നോ, അവർ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് പോയിട്ടുണ്ട്, സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിനക്ക് ഇങ്ങനത്തെ ഒരു ബന്ധത്തിനോട് താല്പര്യം ഉണ്ടോ, അവളെ നിങ്ങൾ അത്ര മോശപ്പെട്ട ഒരു പെണ്ണാണ്. അലോകും അവളും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് പ്രണയിച്ച് നടന്നത്. പിന്നെ അത് മാത്രല്ല, ഇവള് രാത്രി അലോകിനെ വീട്ടിൽ വിളിച്ചു കയറ്റി. ആ സമയത്ത് ഏടത്തി കണ്ടു, ഏടത്തിനെ അലോക് പിടിച്ച് തള്ളുകയും ചെയ്തു. അങ്ങനെയാണ് ഏടത്തിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്നുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇത് കേൾക്കുമ്പോഴേക്കും ജീവന്റെ മനസ്സും ആകെ വിഷമമാട്ടോ. ജീവൻ ഇതിനെ കുറിച്ചൊക്കെ നമ്മുടെ മിത്രയെടുത്തും മീനാക്ഷി എടുത്തും നമ്മുടെ അനുവിനോടൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ അനുക്കും ഭയങ്കര വിഷമമാണ്. പക്ഷെ മിത്രയും മീനാക്ഷി എന്താ വെച്ചാല് ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ അല്ലെങ്കിൽ അലോകോ അവന്റെ അച്ഛനോ അമ്മയോ ആണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അത് ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ, ആരാണ് ഇത് പറഞ്ഞത് മനസ്സിലാക്കിയേ പറ്റൂ എന്ന് പറയാണ്. അപ്പൊ മിത്ര പറയുന്നുണ്ട്, ഇത് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ മിത്ര തന്നെ പോലീസ് ബുദ്ധിയിൽ കണ്ടുപിടിക്കണം എല്ലാത്തിനും പിന്നിൽ സുകന്യാണെന്ന് കണ്ടുപിടിക്കുക മാത്രമല്ല, സുകന്യയുടെ അവസാനമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. സുകന്യയുടെ ഇങ്ങനെ വൃത്തികെട്ട മുഖം ഉണ്ടല്ലോ, ആ മുഖം മറ്റുള്ളവർക്ക് മുമ്പിൽ തെളിയിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ മിത്ര. അത് മാത്രല്ല, ജീവന്റെ അടുത്ത് പറയുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി പറഞ്ഞ കഥകളാണ്. അപ്പൊ ദേവി തന്നെ നമ്മുടെ ജീവന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ദേവി തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇത് ഇങ്ങനെയൊക്കെയാണ്, ഒരിക്കലും അങ്ങനെയൊന്നും അല്ല, ഇവൻ ഭയങ്കര ഒരു അനുവിനെ തന്നെ മതി, അനു ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞപ്പോഴും അനുവിനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇവ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. വീട്ടിലെ വാതിൽ തുറന്നത് സുകന്യടത്തിയാണ്. നമ്മൾ സുകന്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ജീവന് മനസ്സിലായി സുകന്യ ആരാണെന്നും എന്താണെന്നും. അതുകൊണ്ട് തന്നെ ജീവന്റെ ഒരു പൊതുശത്രുവായിട്ട് ജീവൻ സുകന്യനെയും കാണുവാട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.